ഹലോ മുത്തുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേഡല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി കുറച്ച് കോവയ്ക്ക പറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ കോവൽ നട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ നേരത്തെ കോവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിന് ഈ തണ്ട് നട്ടിട്ട് കിളിക്കാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ കിളിർപ്പിച്ച് പടർന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്ലാന്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമർ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തണ്ട് കട്ട് ചെയ്ത് ഡെയിലി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് കോവയ്ക്ക റെഡിയാക്കാൻ. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് നെറ്റും അതേപോലെ തന്നെ നെറ്റില്ലെങ്കിൽ കുറച്ച് പ്ലാസ്റ്റിക് വള്ളിയാണെന്നുണ്ടെങ്കിൽ മതി. അത്യാവശ്യം നല്ല വെയിൽ വേണമെന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്ക് പൂക്കും, അതേപോലെ തന്നെ നല്ല കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മണ്ടയിൽ നമ്മൾ പടർത്തി വിട്ടിരിക്കുന്നത് കോവലിൽ ഏറ്റവും ഇച്ചിരി വെറൈറ്റി ആയ ഇച്ചിരി നീളം കോവലാണ് നമ്മൾ പടർത്തി വിട്ടുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ ടോപ്പ് സൈഡുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ വീണ്ടും ഞങ്ങൾ വല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും പടർന്ന് കയറിപ്പം വേണ്ടി ഞങ്ങൾക്ക് ഡെയിലി നല്ലൊരു തോര വെക്കാനുള്ള കോവയ്ക്ക നമുക്ക് ഡെയിലി കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അധികം പറിക്കാറില്ല, കുറച്ചേ പറിക്കാറുള്ളൂ. കുറച്ച് പിന്നെ കിളികളൊക്കെ വന്ന് തിന്നാറുണ്ട്. അപ്പോൾ ഒരേ വട്ടം പറിക്കുമ്പോഴും നിറയെ പൂക്കളോട് കൂടി തന്നെ വീണ്ടും കോവയ്ക്ക് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം വലിയ ചിലവൊന്നുമില്ല. വീട്ടിൽ നമുക്ക് ഡെയിലി തോരൻ വെക്കാൻ, അതേപോലെ തന്നെ പിന്നെ മരുന്നൊന്നും അടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നട്ട് വളർത്തിയ നമുക്ക് ഡെയിലി തോരൻ വെക്കാൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കോവലിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഉരുണ്ട കോവയ്ക്കല്ല, നീളമുള്ള കോവയ്ക്കാണ്. അപ്പം പിന്നെ 2-3 ഐറ്റം ഉണ്ട്. ഉരുണ്ട കോവയ്ക്കുണ്ട്. പക്ഷേ ഇത് നല്ല നീളമുള്ള കോവയ്ക്ക്, നീളം വെക്കുന്ന കോവയ്ക്കാണ്. ഇത് ഒരു 5-6 എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു തോരൻ വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആ ചാക്കിലും അതേപോലെ തന്നെ ഈ ചെടിയൊക്കെ വെക്കുന്ന ക്യാരി ബാഗിലും പിന്നെ കോവൽ നടാൻ പറ്റുമോ എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചാക്കിൽ നടുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചാക്കാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഇത് പൊടിയാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നെ അതിലെ മണ്ണൊക്കെ ഇല്ലാതായി കോവൽ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പൊടിയാത്ത നല്ല ക്യാരി ബാഗ് കിട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡ്രമ്മോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തന്നെ പടർത്തി വിടാൻ പറ്റും. ഇതേപോലെ തന്നെ എല്ലാ സമയത്തും തന്നെ നിറയെ കായ്ക്കും. കുറച്ച് നല്ല വെയിലുണ്ടെങ്കിൽ എല്ലാ സമയത്തും നിറയെ നമുക്ക് കായ പറിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പോൾ കോവൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നല്ല ഇനം കമ്പ് സെലക്ട് ചെയ്യുക. അത്യാവശ്യം നല്ല ഇനം കമ്പുകൾ സെലക്ട് ചെയ്യുക. 1-2 ഞാൻ പറഞ്ഞില്ല, 1-2 ഐറ്റം ഉണ്ട് കോവൽ. നീളം കോവലുണ്ട്, അതുപോലെ തന്നെ ഉരുളം കോവലുണ്ട്. അപ്പോൾ അതുപോലെ 1-2 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മളിവിടെ ഒരുപാട് പിന്നെ കായ്ക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കിളികൾ വന്ന് തിന്നാറുണ്ട്. അപ്പോൾ കിളികൾ കൂടെ നമ്മൾ കുറച്ച് അതിനകത്ത് ഇടാറുണ്ട്. അപ്പം സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇനം കമ്പ് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ അത് മുറിച്ച് പിന്നെ സാധാ നമ്മുടെ നോർമൽ എന്തെങ്കിലും ചെടിയൊക്കെ നടുന്ന പോലെ തന്നെ നോർമൽ കുത്തി വെച്ചാൽ മതി. പിന്നെ കിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അങ്ങനെ കുത്തി വെച്ചിട്ട് കിളി. അത് ചില കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞ കസ്റ്റമേഴ്സിന് കുറേ പേർക്ക് DTDC അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ കോവൽ കിളിർപ്പിച്ചിട്ട് അയച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ശരിക്കും പിടിക്കുകയുണ്ടായി. അപ്പോൾ ഈ 1-2 ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിലൊരു ഐറ്റമാണ് ഇത്. അപ്പം ഇതുപോലെ തന്നെ എല്ലാ സമയത്തും നിറയെ കായ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം നല്ല വെയിൽ വേണം. എത്രത്തോളം വെയിലുണ്ടോ അത്രത്തോളം നിറയെ കായ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവൽ പ്രത്യേകിച്ച് നല്ല വെയിലുള്ള സമയത്താണ് ശരിക്കും കായ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഴയുള്ള സമയത്ത് കായ്ക്കത്തില്ല നല്ല. പക്ഷേ അത്യാവശ്യം കുറച്ച് നേരമെങ്കിലും വെയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കോവൽ. എപ്പോഴും നമുക്ക് തോരൻ വെക്കാനുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അല്ലാതെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി നമുക്ക് തോരൻ വെക്കാനുള്ള ഐറ്റംസ് കിട്ടും. അപ്പം അതുപോലെ തന്നെ പടർന്ന് കയറിപ്പോൾ ഉള്ളൊരു സ്ഥലം, ഒത്തിരി സ്ഥലം ഒന്നും വേണ്ട. നമ്മുടെ വീടിൻ്റെ അവിടെ എത്രത്തോളം സ്ഥലമുണ്ട് അത്രത്തോളം സ്ഥലത്തിൽ നമുക്ക് ഇത് വളർത്താവുന്നതേ ഉള്ളൂ. ഒരുപാട് സ്ഥലമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ചെറിയ സ്പേസിനകത്ത് തന്നെ നമ്മൾക്ക് ഇതേപോലെ തന്നെ തറയിൽ നടാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ചാക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാരി ബാഗിലോ നമുക്ക് നട്ട് വെക്കാൻ പറ്റും. തറയിൽ നടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഉഷാറായിട്ട് തന്നെ പ്ലാന്റ്സ് പടർന്ന് പിടിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മണ്ട സൈഡാണ് കണ്ട്. ഇതുപോലെ തന്നെ ഡെയിലി ഞങ്ങൾക്ക് ഇത്രയും തന്നെ തോരൻ വെക്കാൻ ഡെയിലി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞങ്ങൾ പറിക്കാറുള്ളൂ, കുറച്ച് കിളികൾ വന്ന് തിന്നാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറ സൈഡ് ഫ്രണ്ട് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ശരിക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു കുരുവി വന്ന് കൂട് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറിക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് ആടുന്നതുകൊണ്ട് അതുങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പറിക്കാതിരിക്കുന്നത്. അപ്പം
ഇങ്ങോട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ വീടിൻ്റെ മണ്ടയിലോട്ടുള്ള സൈഡ് മാത്രമേ ഇപ്പം പറിക്കാറുള്ളൂ. ബാക്കി സൈഡ് അതേപോലെ തന്നെ ഞങ്ങൾ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പം എല്ലാവരും അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെറിയ സ്ഥലത്ത് ചെറിയ ചെറിയ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്നും പറിച്ച് തോരനോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതുമാത്രമല്ല, മരുന്നും അതുപോലെ തന്നെ മരുന്നൊക്കെ അടിച്ച് വരുന്ന പച്ചക്കറിയിൽ നിന്നൊന്നും നമുക്ക് മാക്സിമം ഒഴിവാകാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ഇതിന് തൊട്ട് മുമ്പൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രോ ബാഗിൽ എങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാന്നുള്ളൊരു. പിന്നെ അതും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വീട്ടിലെ ആവശ്യത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കാനോ വേണ്ടി ഗ്രോ ബാഗിൽ, അതും കുറഞ്ഞ സ്ഥലത്തിന് വലിയ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇഞ്ചി കൊണ്ട് തന്നെ ഒരുപാട് ഇഞ്ചികൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ ക്ലിപ്പ് തണ്ട് അയച്ചു തരാം.